പ്രിയ ദൈവജനത്തിന് ഹൃദയം നിറഞ്ഞ നന്ദിയോടെ തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളോടുകൂടെ ദൈവജനം ധ്യാനിക്കുവാൻ തിരഞ്ഞെടുത്ത തിരുവചനം യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 3-ാം വാക്യം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 3-ാം വാക്യം. ഞാൻ നിന്നെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിന്നെ ദയ ദീർഘമാക്കിയിരിക്കുന്നു. ഈ സ്നേഹം വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 13-ാം വാക്യം പഠിക്കുമ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കും. ഇതിൽ വലുതോ സ്നേഹം തന്നെ. 1 യോഹന്നാൻ 4:8 പറയുന്നു, ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹമാകുന്നു. ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിരിക്കുന്നു. ഇന്നത്തെ ലോകത്തിൽ നാം നോക്കുമ്പോൾ ഈ സ്നേഹം എത്രമാത്രം വെളിപ്പെടുന്നു അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ ലോക മാധ്യമങ്ങളിലൂടെ കാണുവാനും കേൾക്കുവാനും കഴിയുന്നത് അവൻ ലോക സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുവാനിടയാകും. എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ സ്വാർത്ഥത എന്നത് അവൻ ജീവിതത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം. സ്വന്തം കാര്യങ്ങളിൽ മാത്രം, സ്വന്തം മോഹങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ലോകത്തെ സ്നേഹത്തെ അവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ പോലും സ്നേഹം നഷ്ടമാകുന്നത് കാണുവാൻ ഇടയായിത്തീരും. അപ്പോൾ നമ്മുടെ പല കുടുംബങ്ങളിൽ, കുടുംബ ജീവിതങ്ങളിൽ പോലും എല്ലാ സാമ്പത്തികമായ ഐശ്വര്യങ്ങളുണ്ടെങ്കിലും, സന്താന കുട്ടികളുണ്ടെങ്കിലും, നല്ല ജോലിയുണ്ടെങ്കിലും, നല്ല ഭവനങ്ങളുണ്ടെങ്കിലും സ്നേഹമില്ലാത്ത എത്രയോ കുടുംബങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഭാര്യ ജീവിതത്തിൽ സുഖ പ്രവർത്തനങ്ങളുടെ ഇടയിൽ സ്നേഹം നഷ്ടപ്പെട്ടതായി ആ നിരാശ കൊണ്ട് തകർന്നു പോകുന്ന എത്രയോ വ്യക്തികൾ, കുടുംബങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാനിടയാകും. ഒരുപക്ഷെ ഈ സാധാരണ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും ഉറ്റ സ്നേഹത്തിനു വേണ്ടി വളരെ ദാഹത്തോടെ, വളരെ ആകാംക്ഷയോടെ എവിടെ പോയാൽ ഒരു സ്നേഹത്തിന്റെ ശബ്ദം കേൾക്കാം, ശബ്ദം മൃദുലത കേൾക്കുവാൻ കഴിയും എന്ന് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ വ്യക്തികൾ ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാം. അവൻ ഭാര്യയിൽ നിന്നുള്ള സ്നേഹം, ഭർത്താവിൽ നിന്നുള്ള സ്നേഹം, മക്കളിൽ നിന്നുള്ള സ്നേഹം ലഭിക്കുവാൻ, അല്ലെങ്കിൽ അയൽക്കാരിൽ നിന്ന് ലഭിക്കുവാനുള്ള സ്നേഹം, ജോലി സ്ഥലങ്ങളിൽ നമ്മൾ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവിടെ നിന്നെല്ലാം സ്നേഹം ലഭിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ആകാംക്ഷയുടെ വെമ്പൽ കൊള്ളുന്ന അനുഭവങ്ങൾ ഒരുപക്ഷെ കാണാം. അവൻ സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ പിതാവായ ദൈവം നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ നിത്യ സ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്നു. സ്തോത്രം ശ്രദ്ധിക്കുക. പലപ്പോഴും ആ സ്നേഹം നഷ്ടപ്പെട്ട അനുഭവം മുഖാന്തരം ഹൃദയങ്ങളിൽ, അതിൽ കുടുംബത്തിൽ, വ്യക്തിജീവിതങ്ങളിൽ നിരാശകൾ കൊണ്ടിട്ട് ജീവിക്കുന്നതിനേക്കാൾ മരിച്ചാൽ മതിയെന്ന് ചിന്തിച്ചു പോകുന്ന അനുഭവങ്ങൾ പലരുടെ ഹൃദയത്തിൽ കടന്നു വരാറുണ്ട്. കുടുംബ ജീവിതങ്ങളിൽ സ്നേഹം നഷ്ടപ്പെട്ട് തമ്മിൽ തല്ലി സ്നേഹത്തിന്റെ ലേശം പോലും ഹൃദയങ്ങളിൽ ലഭിക്കാതെ ആത്മഹത്യ ചെയ്യുന്ന അനുഭവങ്ങൾ ഇന്ന് വാർത്തകളിലൂടെ നമുക്ക് കേൾക്കുവാനിടയാകും. ഇന്ന് ലോകത്ത് നിങ്ങൾ ചില ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സ്തോത്രം വാർത്തകൾ കേൾക്കുമ്പോൾ മനുഷ്യരെയും കുഞ്ഞുങ്ങളെയും വിദ്യാർത്ഥികളൊക്കെ സ്നേഹത്തിന്റെ വാക്കുകളുണ്ട്. ഹൃദയങ്ങളെ കവർന്നെടുത്തിട്ട് അവരെ നശിപ്പിച്ച് കൊന്നെടുക്കുന്ന മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് നയിച്ചതായ അനുഭവങ്ങളാണ് ഇന്ന് നാം വാർത്തകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെ പോയാൽ ആരുടെ വാക്കിലാണ് സ്നേഹം ലഭിക്കുന്നത്, ആരാണ് നമ്മെ സ്നേഹിക്കുന്നത്, ആരാണ് യഥാർത്ഥമായി സ്നേഹം തരുന്നത് എന്ന് പറഞ്ഞ നമ്മൾ ഓടുമ്പോൾ സ്വർഗത്തിലെ ദൈവ
ദൈവം നമ്മെ നോക്കി, നിങ്ങളെ നോക്കി പറയാണ്, ഞാൻ നിങ്ങളെ നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് നിങ്ങൾ വരുവാൻ നിങ്ങൾ വളരെ ദാഹത്തോടെ ഈ സമയം നിങ്ങൾ ഒരുങ്ങുക. എന്താണ് ഈ നിത്യ സ്നേഹം എന്ന് പറയുന്നത്? അവൻ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏതൊരു സ്നേഹവും അവൻ ഒരു പരിധിയുണ്ട്. ഏതൊരു മനുഷ്യനും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്നേഹം തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയത്തില്ല. ഒരു ലോകത്തിൽ ഏറ്റവും വലിയ സ്നേഹം തരുന്നത് ഒരു അമ്മയുടെ സ്നേഹമാണ്. ഒരു പക്ഷെ ചിലർ ഭർത്താവിൽ നിന്ന് കിട്ടുന്ന സ്നേഹമാണെന്ന്, ചിലർ വിചാരിക്കുന്നത് ഭാര്യയിൽ നിന്നുള്ള സ്നേഹമാണ്, അല്ലെങ്കിൽ മക്കളിൽ കൂടെ സ്നേഹം കിട്ടുമെന്ന്. അതൊന്നും നിത്യമായ സ്നേഹമല്ല. ഈ ഭൂമിയിൽ വെച്ച് അവൻ കിട്ടുന്ന സ്നേഹം, ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്ന അമ്മയുടെ സ്നേഹമാണ്. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. സ്തോത്രം. അവൻ പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. അപ്പോൾ അവൻ വചനം പറയുന്നത് പെറ്റമ്മയുടെ സ്നേഹത്തെ പോലെ സ്നേഹം തരുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ അമ്മയ്ക്ക് തരാൻ കഴിയാത്ത സ്നേഹം അവൻ പിതാവായ ദൈവം നിങ്ങൾക്ക് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരുടെ അടുക്കൽ വന്ന കർത്താവിന്റെ അടുക്കൽ ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ ആ സ്നേഹം നമുക്ക് അനുഭവിക്കുവാൻ ഇടയായി തീരും. അപ്പോൾ ദൈവത്തിന്റെ അടുക്കൽ വരണം. ഈ സ്നേഹം എവിടെ ലഭിക്കും? ചിലർക്ക് കിട്ടുന്ന സ്നേഹം സ്തോത്രം സുഹൃത്തുക്കളോടുകൂടെ മദ്യപിക്കുമ്പോഴാണ് അവൻ ഭയങ്കര സ്നേഹം ലഭിക്കുന്നത്. ചിലർക്ക് ഈ ക്രിക്കറ്റ് കളി ഇങ്ങനെയുള്ള ലോകപരമായ കാര്യങ്ങളിലൂടെയാണ് ആ സ്നേഹം സന്തോഷം അനുഭവിക്കുവാനിടയാകുന്നത്. എന്നാൽ ദൈവം നിത്യമായ സ്നേഹം, അവൻ നശിച്ചു പോകാത്ത സ്നേഹം, മരിച്ചു പോകാത്ത സ്നേഹം, ആ സ്നേഹം തരുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. കർത്താവിന് മാത്രമേ, ദൈവത്തിന് മാത്രമേ അത് തരുവാൻ കഴിയൂ. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, ലോകത്തെ സ്നേഹിച്ചിട്ട് തന്റെ ഓമന പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിൽ നിങ്ങൾക്കായി അയച്ചു. പിതാവായ ദൈവം അവൻ നമ്മെ സ്നേഹിച്ചത് കൊണ്ട് അവൻ തന്റെ ഓമന പുത്രനെ, യേശു കർത്താവ് പിതാവിന്റെ അടുക്കലിരിക്കേണ്ട തന്റെ ഓമന പുത്രനെ നമുക്ക് അവൻ ലോകത്തിലേക്ക് അവൻ പറഞ്ഞയച്ചു. ആരുമില്ലാത്തവനെ പോലെ ഒരു വഴിയിൽ ജനിച്ചു വീണെടുത്ത സ്തോത്രം, ഒരു അനാഥ കുഞ്ഞ് ജനിച്ചതുപോലെ അവൻ ഈ ലോകത്തിൽ വന്നു വീണു. നമ്മുടെ പാപങ്ങളെ ചുമക്കുവാൻ, നമ്മുടെ കണ്ണുനീരുകളെ ചുമക്കുവാൻ, നമ്മുടെ സ്തോത്രം കഷ്ടതകളെ വഹിക്കുവാൻ തക്കണം നമ്മുടെ യേശു കർത്താവ് അവിടെ ഭൂമിയിൽ പൂജാതനായി. അതുകൊണ്ടാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടയാളമാണ് അവൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശുവിനെ എനിക്കും നിങ്ങൾക്ക് വേണ്ടി ദൈവം അയക്കുവാനിടയായത്. അങ്ങനെയാണെങ്കിൽ ആ യേശുവിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ, ആ യേശുവിലൂടെ ആ യേശു ഈ ലോകത്തിൽ വന്ന് പരക്രൂശിൽ മൂന്നാണികളിൽ അടിച്ച രക്തം ചിന്തി ആമേൻ നമുക്ക് വേണ്ടി മരിച്ചത് നമ്മുടെ പാപം, നമ്മുടെ ഭാരം, നമ്മുടെ നിരാശകൾ, നമ്മുടെ പരാജയങ്ങൾ, നമ്മുടെ കണ്ണുനീരുകൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ സന്തോഷമില്ലായ്മകൾ മാറ്റി തരുവാൻ വേണ്ടി ആണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി ഈ മരക്രൂശിൽ കയറിയത്. ഒരു പക്ഷേ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, സ്തോത്രം, ജീവിതത്തിന്റെ കഷ്ടതകളുടെ നെടുവെപ്പിയുടെ നടുവിലോ, ദുഃഖങ്ങളുടെ നടുവിലോ, ഉറ്റവരും ദൈവരും കൈവിട്ട നിമിഷങ്ങളിൽ ആരും സഹായിക്കാനില്ലാതെ നിങ്ങൾ വേദനയോടുകൂടെ ഇരിക്കുന്ന ഈ പ്രഭാത യാമത്തിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളോട് പറയുവാനുണ്ട്. ലോകത്തിന് സ്നേഹം നിനക്ക് നഷ്ടപ്പെടുമ്പോൾ അതിനെ നിത്യ സ്നേഹം നിനക്ക് ഞാൻ പകർന്നുകൊണ്ട് വേദനകളെ മാറ്റുവാൻ. ഒരു പക്ഷേ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ശാരീരികമായി ബലഹീനതകൾ വന്നു, ശരീരത്തിന് വേദന വന്നു, അവൻ സൗഖ്യം പ്രാപിക്കുവാൻ അവൻ കഴിയാതെ വേദന കൊണ്ട് പുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. ആ വേദനകളെ വഹിച്ച ഒരു യേശുവാണ്, ആ സ്നേഹം അവിടെ വന്ന യേശുവാണ് നിങ്ങളുടെ വേദനകളെ ചുമന്നവൻ. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഞാൻ നിങ്ങളുടെ സകല രോഗങ്ങളെ ഞാൻ വഹിച്ചു, സകല പാപങ്ങളെ ഞാൻ ചുമന്നു, അടിപ്പിണരുകളാൽ ഞാൻ നിങ്ങൾക്ക് സൗഖ്യം വരുത്തി. നോക്കണം,
യേശുവിന്റെ സ്നേഹം അവൻ അടിപ്പിടലുകളിലൂടെ നിങ്ങളെ രോഗങ്ങളെ അവൻ സൗഖ്യമാക്കിയിരിക്കുക. ഈ ലോകത്തിൽ ഞാൻ പറയട്ടെ, ഒരു മനുഷ്യന് നിങ്ങളുടെ രോഗത്തിന് സൗഖ്യത്തിന് വേണ്ടി ആ അടിപ്പിടലുകൾ ഏൽക്കുവാൻ തയ്യാറാകത്തില്ല, ചോട്ടവാൻ അടിക്കുവാൻ തയ്യാറാകത്തില്ല. യേശു നിങ്ങളെ സ്നേഹിച്ച സ്നേഹത്താൽ അവൻ അടിപ്പിടലുകളിലൂടെ നിങ്ങളെ സൗഖ്യം വരുത്തിയിരിക്കുകയാണ്. ആ സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ, ആ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ, ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെ കൂട്ടുവരുവാൻ ഇന്ന് ഈ സമയത്ത് നിങ്ങളെ ആഗ്രഹിക്കുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ നിങ്ങളുടെ സൗഖ്യം പ്രാപിക്കുവാൻ, നിങ്ങളുടെ രോഗം മാറുവാൻ കർത്താവ് അടിപ്പിടലുകളേറ്റു. ആ അടിക്കൊണ്ട് ശരീരത്തിലെ ഭാഗങ്ങൾ മുഴുവൻ പോലെ കീറപ്പെട്ടു. ആ രക്തധാരയിലേക്ക് പതിച്ചു. അത് എനിക്കും നിങ്ങൾക്കും വേണ്ടി മാത്രമാണ്. സ്തോത്രം. ആ അവസ്ഥ കൊണ്ട് നിങ്ങൾ ഭാവന വിശ്വാസ കടലൊന്ന് കണ്ടു നോക്കുക. ഇത് എനിക്ക് വേണ്ടിയല്ലേ? ഈ സ്നേഹത്തിന്റെ അടയാളമല്ലേ? ഇപ്പോൾ നിങ്ങൾ ഏതൊരു ലോകത്തിലും ഭാരത്തിലായിരുന്നാലും എന്റെ ദൈവം നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ലോകഭാരങ്ങളെ യേശു എടുത്തു മാറ്റുകയാണ്. അതുകൊണ്ടാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഗലാത്യർക്കെതിരെ 5-22 വാക്യം പഠിക്കുമ്പോൾ ആത്മാവിന്റെ ഫലങ്ങൾ അത് ഒന്നാമത്തത് സ്നേഹമാണ്. എന്റെ സ്നേഹം ഉള്ളവർ ആരുടെ നിർദോഷം നിഷ്കളങ്കമായ സ്നേഹമുണ്ടോ അവരുടെ മേൽ ആവിഷ്കൃതമുണ്ട് യേശു വസിക്കുകയാണ്. ആ സ്നേഹം ആർക്കും പകരുവാൻ കഴിയുന്നുണ്ടോ അവരിൽ യേശു വസിക്കുകയാണ്. ആ യേശു വസിക്കുന്ന ആ വ്യക്തിയിൽ അവരിലൂടെ ഒഴുകി വരുന്നത് രോഗസൗഖ്യത്തിന്റെ ആ സ്നേഹത്തിന്റെ അടയാളങ്ങളാണ്. ഈ സമയം ദൈവത്തിന്റെ കുഞ്ഞെ ആവിഷ്കൃതം നിന്റെ ജീവിതത്തിന്റെ സകല മേഖലകളിലും ആവിഷ്കൃതം ആ സ്നേഹം ആത്മാവിന്റെ ഫലമായ ആദ്യ ഫലമായ സ്നേഹം നിന്റെ ഉള്ളിലേക്ക് വരട്ടെ. ആരെ സ്നേഹിക്കുവാനുള്ള ഒരു കരുത്ത് നമുക്കുണ്ടാകണം. അവൻ കർത്താവിന്റെ വചനം പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കണം. യേശുവാകുന്ന സ്നേഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ കഴിയും. യേശു പറയുന്നു ക്രിസ്തുവിന്റെ സ്നേഹം നമ്മിലൂടെ നിലനിൽക്കുമ്പോൾ ശത്രുക്കളെ സ്നേഹിച്ച് അവരോട് ക്രിസ്തുവിനെ വെളിച്ചം സ്നേഹം പകർത്തുമ്പോൾ ദൈവം നമുക്ക് ആശ്വാസം തരുവാൻ, നമ്മെ ആനന്ദത്തിലേക്കും അനുഗ്രഹത്തിലേക്ക് നടത്തുവാൻ പരിശുദ്ധനായ ദൈവം നമ്മെ സഹായിക്കും. അവയ്ക്ക് ദൈവം നിത്യസ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ചിരിക്കുമ്പോൾ ആ സ്നേഹം അവൻ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുന്നത് ഒന്ന് ശത്രുക്കളെ സ്നേഹിക്കുക. അപ്പോൾ കർത്താവ് ആത്മാവിന്റെ ഫലമാകുന്ന ദീർഘക്ഷമ ഉണ്ടാകുന്ന അതിലൂടെ വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീരും. അതുപോലെ തന്നെ ആ സ്നേഹം അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അപ്പൊ നമ്മുടെ ദൈവം തന്ന നിത്യ സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹത്തിൽ നിൽക്കുന്ന നമ്മൾ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കും. എന്തിനാണ് യേശു കർത്താവ് നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുവാൻ അവൻ പഠിപ്പിച്ചത്, പറഞ്ഞു തന്നത്? നമുക്കറിയാം, നമ്മുടെ ഭവനത്തിന് ചുറ്റും ഒരു മതിൽ കെട്ടുന്നത് പോലെ ഒരു ദൈവ പൈതന്റെ വീട്ടിന് ചുറ്റും അയൽക്കാരെ സ്നേഹിക്കുമ്പോൾ അത് ഒരു മതിലായി മാറുന്നതായി കാണുവാനിടയാണ്. അത് തെളിയിക്കുവാൻ കഴിയും. ഇങ്ങനെ നമ്മുടെ കഷ്ടതകളോ എന്തെങ്കിലും പ്രയാസങ്ങളോ വന്നാൽ, ഒരു രോഗം വന്നു, പെട്ടെന്ന് രാത്രിയിൽ ഏതെങ്കിലും ഒരു കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വന്ന രോഗം വന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നാൽ നമ്മുടെ ദൂരത്തിരിക്കുന്ന ബന്ധുക്കളേക്കാൾ പ്രയോജനപ്പെടുന്നത് നമ്മുടെ അയൽവാസികളാണ്. അതൊരു മതില് പോലെ അവൻ വീട്ടിന് ചുറ്റും ഒരു മതിൽ നിൽക്കുന്നത് പോലെയാണ് ഒരു ദൈവ പൈതന് അവനൊരു മതിലാണ് അവരുടെ അയൽവാസികൾ. അപ്പോൾ ഈ അയൽവാസികളെ അവൻ നാമത്തിൽ ചെയ്യണം, സ്തോത്രം സ്നേഹിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചത് അതൊരു മതിൽ കെട്ടുപോലെ ദൈവം കാക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എന്തുണ്ടാകണം? സ്തോത്രം അയൽക്കാരെ സ്നേഹിക്കണം. നിങ്ങൾ ചോദിക്കും, അയൽക്കാരെ സ്നേഹിക്കാൻ തയ്യാറായില്ലെങ്കിൽ നമ്മൾ മാത്രം സ്നേഹിച്ചത് കൊണ്ട് മാത്രമായോ എന്നൊരു പക്ഷേ നിങ്ങളുടെ ഈ കേട്ടുകൊണ്ടിരിക്കാൻ നിങ്ങളുടെ മനസ്സിൽ തോന്നിയേക്കാം. പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ, ദൈവം പറയുന്ന ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യാം. നമ്മുടെ ഭാഗത്ത് ദൈവം എന്ത് പഠിപ്പിക്കുന്നു
പഠിപ്പിക്കുന്നു. അത് നാം ചെയ്യുമ്പോൾ അടുത്തത് സ്നേഹിച്ചില്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ മറ്റുള്ളവരിൽ പകരുമ്പോൾ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, ലോകത്തിന്റെ ഉപ്പാണ് എന്ന് കർത്താവ് നമ്മളെ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെളിച്ചമായി, അനേകർക്ക് വെളിച്ചമായി മാറുകയും അനേകർ സ്വതൃഷ്ടമുള്ള രുചിയുള്ള ഒരു വ്യക്തിയായി നമ്മൾ മാറുന്നത് മുഖാന്തരം ദൈവത്തിന്റെ നാം മഹത്വം എടുക്കുന്നു. മറ്റൊന്ന്, നമ്മിൽ യേശു വസിക്കുന്നു എന്ന് ലോകം അറിയുവാനിടയാണ്. നമ്മുടെ ഉള്ളിൽ യേശു വസിക്കുകയാണെങ്കിൽ ആ യേശുവിന് രോഗമില്ലാത്ത ശരീരമുണ്ട്. യേശുവിനെ കണ്ടപ്പോൾ ഭൂതങ്ങൾ വിട്ടുമാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന യേശു മുഖാന്തരം നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഇരുളിന്റെ ശക്തികൾ അടിഞ്ഞു പോകുവാനിടയാകും. മറിച്ച് രോഗമില്ലാത്ത യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് മുഖാന്തരം നമ്മുടെ രോഗാത്മകം നമ്മൾ വിട്ട് മാറിപ്പോകുവാനിടയാകും. അതുകൊണ്ട് ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളുടെ അയൽക്കാരെ നിങ്ങൾ സ്നേഹിക്കണം, അതുപോലെ തന്നെ നിന്റെ കൂട്ടുകാരെ നിന്നെ പോലെ സ്നേഹിക്കണം. അപ്പൊ അതെന്താണ് ഈ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുവാൻ യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുവാനിടയായത്. യേശു നമ്മുടെ ശരീരത്തിൽ പോറലേൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. വേണമെന്ന് പറഞ്ഞ് നമ്മൾ വീഴാൻ ഏൽപ്പിക്കപ്പെടത്തില്ല. വേണമെന്ന് പറഞ്ഞ് രോഗം വിളിച്ചു വരുത്തുകയില്ല. വേണമെന്ന് പറഞ്ഞ് വിശ്രമിക്കുവാൻ ആഗ്രഹിക്കത്തില്ല. അവൻ നമ്മുടെ സ്വന്തം ഇഷ്ടം കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കേണ്ട, എങ്ങനെയെങ്കിലും ജീവിക്കണമെന്ന് ഒരു മനുഷ്യനും ആഗ്രഹിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വന്തം ദുഃഖങ്ങളും വേദനകളും നാം അനുഭവിക്കേണ്ട എന്ന് നാം ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയാണ് കഥ പറയുന്നത്, നിന്റെ കൂട്ടുകാരൻ നിന്നെ പോലെ സ്നേഹിക്കണം. അവനൊരു മുറിവേൽക്കുവാൻ നാം എന്നെ കൊണ്ടൊരു ഉണ്ടാകുന്ന മുറിവേൽക്കുന്ന അനുഭവം ഉണ്ടാകുന്നത് നമ്മൾ ആഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും ചെയ്യണം. സ്തോത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്കുകൊണ്ട് അവൻ മുറിവേൽക്കുന്നത്, അവൻ നമ്മുടെ ഏതെങ്കിലും പ്രവർത്തനത്തിൽ അവൻ സഹകരിക്കുമ്പോൾ അവൻ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുന്നത് പോലെ അവന്റെ ശരീരത്തെ നാം സൂക്ഷിക്കുവാൻ നമ്മൾ കടമപ്പെട്ടവരാണ്. സ്തോത്രം അവൻ വിശക്കുമ്പോൾ നമ്മൾ വിശന്നിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഭക്ഷിച്ച് പാനം ചെയ്യുന്നത് പോലെ അവരെ വിശപ്പോൾ അടക്കുവാൻ നാം താല്പര്യമുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ ആ സ്തോത്രം യേശുവിന്റെ അനുഭവങ്ങൾ, ആ ദൈവം നമുക്ക് പ്രസ്താവിച്ചു തന്നതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരണം. അപ്പോഴാണ് യേശു കർത്താവ് നമ്മെ അവരുടെ പ്രിയ പുത്രന്മാരായി, പ്രിയ മക്കളായി നമ്മെ ദൈവം സ്വീകരിക്കണം. വചനം പറയുന്നു, മക്കളോ നമ്മൾ അവകാശികളാണ്. അപ്പൊ ദൈവത്തിന്റെ മകനും മകളുമായി നാം മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കും ദൈവത്തിന്റെ മക്കളാകണമെന്ന്. ദൈവത്തിന് മുമ്പിൽ അടിമയാകാനല്ല, ഒരു ദാസനാകാനല്ല, ഒരു ദാസിയാകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ മക്കളായി തീരണമെന്ന്. ആ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവം ദാഹിക്കുന്നുണ്ട്. ആ ദാഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. ഈ സമയം ദൈവശബ്ദം പ്രിയപ്പെട്ടവരെ, ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ. യേശു പത്രോസിനോട് ചോദിച്ചു, നീ എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നുവോ? യേശു അവനോട് ചോദിച്ചു, നീ എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നുവോ എന്ന്. പത്രോസിന് അവൻ പറഞ്ഞ അതേ കർത്താവ് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നു. അവനെ ആവർത്തിച്ച് ചോദിച്ചു യേശു. എന്നിട്ടോ അവനോട് പറഞ്ഞു, നീ അവൻ കോഴി പോകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം തള്ളി പറയും. നമുക്ക് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അവൻ നിഗൂഢമായിരിക്കുന്ന ചിന്തകളെ അറിഞ്ഞിട്ടാണ് പത്രോസിന്റെ ഉള്ളിൽ പ്രഭാതമാകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം തള്ളി പറയുമെന്ന് യേശുവിന് മുൻകൂട്ടി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് യേശു ചോദിച്ചത്, നീ എന്നെ ഏറ്റവും സ്നേഹിക്കുന്നുവോ എന്ന്. അപ്പോൾ ദൈവത്തിന്റെ കുഞ്ഞ് അവൻ ദൈവം 3-4 ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ അതേ യേശുവിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്നു. എന്നാൽ അവൻ അറിയാതെ അവന്റെ സാഹചര്യത്തിൽ യേശുവിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ഒടിഞ്ഞു മാറി. 3 പ്രാവശ്യം ഒടിഞ്ഞു മാറിയപ്പോൾ കർത്താവ് അടയാളം വെളിപ്പെട്ട് കോടി നീട്ടിക്കൂടി. അപ്പോഴാണ് അവൻ പത്രോസിന് സുബോധം ഓർമ്മ വരുന്നത്. ഞാൻ പറയട്ടെ, അപ്പോൾ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ സ്നേഹിക്കുന്നുവോ, യേശുവിനായി നിൽക്കുമോ, യേശുവിന്റെ വിശ്വാസമുണ്ടോ? നിങ്ങളുടെ ഏത് ഹൃദയമുള്ളവരാണോ? ദോഷം ചിന്തിക്കുന്നവരാണോ? പകയ്ക്കുന്നവരാണോ? കോപിക്കുന്നവരാണോ? അവൻ ചതിക്കുന്നവരാണോ? അവൻ എന്നുള്ളത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളവർ അറിയുന്ന
അവൻ ദൈവത്തിന്റെ മുമ്പിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അവൻ സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ അനേകരെ സഹായിക്കുന്ന വ്യക്തിയാണോ, അവൻ അയൽക്കാരെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ, അവൻ ഇപ്പോൾ അവൻ ദൈവവചനം കേൾക്കുമ്പോൾ സമ്മതിച്ചാലും അത് മാറി കഴിയുമ്പോൾ അത് അവൻ ഉപേക്ഷിക്കുന്ന വ്യക്തിയാണോ എന്ന് ദൈവത്തിന് വ്യക്തമായി അറിയാം. അവൻ പത്രോസിന്റെ ഉള്ളമറിഞ്ഞ ദൈവം, ഹൃദയത്തിന്റെ നൊമ്പരമറിഞ്ഞ ദൈവം, അവന്റെ നിഗൂഢ രഹസ്യങ്ങൾ മനസ്സിലാക്കിയ ദൈവമാണ് അവൻ നമ്മുടെ കർത്താവ്. ആ കർത്താവ് നിങ്ങളുടെ നിഗൂഢ മനസ്സുകളെ, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളറയിലിരിക്കുന്ന ഹൃദയത്തിന്റെ നൊമ്പരങ്ങളെ അറിയുന്ന കർത്താവാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആ കർത്താവ് നിങ്ങളുടെ ഉള്ളങ്ങൾ അറിയുന്നു. ഒരു പക്ഷെ നിങ്ങൾ മുറിഞ്ഞ ഹൃദയത്തോടായിരിക്കും, ആ ഒരു വിടുതലിന് വേണ്ടി ദാഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. എനിക്കൊരു മോചനം വേണം, ഈ രോഗശക്തിയിൽ വിടുതൽ വേണം, അല്ലെങ്കിൽ കട്ടതയിൽ എനിക്കൊരു വിടുതൽ വേണമെന്നോ അതിഭാരത്തോടെ ദാഹത്തോടിരിക്കുന്ന ഹൃദയമാണെങ്കിൽ നിശ്ചയമായി ദൈവം നിങ്ങളുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ അറിഞ്ഞുകൊണ്ട് യേശു കർത്താവ് നിങ്ങൾ ഇപ്പോൾ അവന്റെ സ്നേഹം കൊണ്ട് നിങ്ങൾ ഉണ്ടാവുകയാണ്. നിങ്ങളുടെ സ്നേഹം കൊണ്ട് ദൈവം ഉണ്ടാവുകയാണ്. അവൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ നൊമ്പരമാണ്, വേദനയുള്ള മനസ്സുകളെ ഹൃദയത്തെ അറിഞ്ഞുകൊണ്ട് യേശു ദൈവത്തിന്റെ നിത്യ സ്നേഹങ്ങൾ പകരാക്കുകയാണ്. ഒരു പക്ഷെ നിങ്ങൾ അവൻ മരണത്തോടടുക്കുന്ന ഒരു ആത്മഹത്യ ചിന്തയോടുകൂടി ഇരിക്കുന്ന, ജീവിക്കണം ചിന്തിച്ച് അവൻ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. അവന്റെ ഹൃദയം അറിയുന്ന ഒരു ദൈവമുണ്ടോ? സ്വഭാവത്തിലും ഇതോ അവൻ മൂലമായിട്ട് അവൻ ക്ഷാമകാലം വന്നപ്പോൾ, അവൻ വിശന്ന് തളർന്നു പോകുന്ന നിമിഷം വന്നപ്പോൾ അമ്മ ഒരു അമ്മയുണ്ടാക്കി, അതിനുള്ള ഭാഗം മാത്രമുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മയും മകൻ മരിക്കാൻ വേണ്ടി ഹൃദയത്തിൽ നിരൂപിച്ചുകൊണ്ട് അവനെ വിറക് പറക്കുന്ന അമ്മ, അവൻ നോക്ക് അതിനെ മനസ്സിലാക്കിയ ദൈവം തന്റെ ദാസനായ ഏലിയാവിനെ അവന്റെ അടുക്കലയച്ചു. നോക്ക് അവന്റെ ഹൃദയത്തിലെ വേദന മരിക്കണമെന്ന് ചിന്ത, അവൻ ക്ഷാമം നിവൃത്തിയില്ലാതെ ജീവിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് ഭാരപ്പെട്ടവർ ഹൃദയത്തിൽ ചിന്തിച്ച ചിന്തകളെ കണ്ട എന്റെ ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന് ദാസനെ അവിടെ അയച്ചു. ആ ദാസൻ അവിടെ പോയി അവന്റെ ഉള്ളില് അവൻ അവന് ദാഹിക്കുന്ന വെള്ളം ചോദിച്ചപ്പോൾ അവൻ ദാഹികൾ കൊടുക്കുവാൻ പോയപ്പോൾ അവൻ പറഞ്ഞു, എനിക്കും കൂടെ ഒരു ചെറിയ അട ഉണ്ടാക്കണം. അവൻ പറയുമ്പോൾ ഒരു അടയുണ്ടാക്കി അവൻ ഭക്ഷിച്ച് അവൻ അത് മരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അടയില്ല. അവൻ ദൈവത്തിന്റെ അഭിഷിക്തൻ പറഞ്ഞു, എനിക്കൊരു ചെറിയ അട ഉണ്ടാക്കുക, ബാക്കി നിങ്ങൾ ഭക്ഷിക്കൂ. ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ അവൻ തയ്യാറായപ്പോൾ അവനെ അവരുടെ കലത്തിലും അവൻ ഭരണി വേണ്ടിയും അവൻ കുറെ വർദ്ധിക്കുവാൻ തുടങ്ങി. ഞാൻ പറയട്ടെ, ആ കുടുംബത്തിൽ മരണകരമായ ലാഭത്ത് വരാൻ ക്ഷാമം വർദ്ധിച്ചു വരിക. ആ കുടുംബത്തിന്റെ ഹൃദയത്തിൽ ആ സഹോദരിയുടെ ഉള്ളിൽ തീരുമാനിച്ച ചിന്തയെ ദൈവം കണ്ടു. ആ പരിഹാരം വരുത്തുവാൻ ദൈവത്തിന്റെ ദാസന ദൈവം അയച്ചുവെങ്കിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അവരെ ഹൃദയത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. അവരെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവൻ നിങ്ങളെ അറിയുന്ന ദൈവം, നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, നിങ്ങളുടെ നൊമ്പരങ്ങളെ അറിയുന്ന ദൈവം, മനുഷ്യനെ അറിയുന്നില്ല, കൂടെ നടന്നവർ അറിയുന്നില്ലെങ്കിലുമോ ദൈവം നിങ്ങളെ കാണുകയാണ്. ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി ആ അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുകയാണ്. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലോ ഏതൊക്കെ വേദനകളുണ്ടോ, ഏതൊക്കെ നൊമ്പരങ്ങളുണ്ടോ, മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല, കാരണം വേദനയാൻ ഭാരപ്പെടുക, എനിക്ക് ആരും സഹായിപ്പാനില്ല, എന്റെ കൈ താങ്ങുവാനില്ല എന്ന് പറഞ്ഞു, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല എന്ന് പറഞ്ഞു നീ വേദനയോട് ഇന്ന് ഈ സമയമായി നിൽക്കുന്നുവെങ്കിൽ ദൈവം നിന്റെ ഹൃദയത്തിന് നോമ്പരം കണ്ട് അവന്റെ സ്നേഹത്തിന്റെ ആമേൻ ഭൂതവാൻ വരാൻ പോകുക, നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ പോകുക. ദൈവത്തിന്റെ ദൂതഘടകങ്ങൾ നിന്റെ അടുക്കൽ വന്ന് നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പോകുന്ന സമയമാണ്. നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ പോകുന്ന സമയമാണ്. ഈ സമയം ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ഇറങ്ങാൻ പോകുകയാണ്. എനിക്കറിയില്ല, ദൈവ സാന്നിധ്യം നിങ്ങളുടെ ഇറങ്ങുവാൻ, നിങ്ങളുടെ ഹൃദയത്തിന്റെ നൊമ്പരമാണ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ആ ദൈവത്തിന്റെ പാപമിടത്തിലോ അവയെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആ സ്നേഹത്തിന്റെ അടുക്കിലേക്ക് അടുത്തു ചെല്ലാമോ? ആ യുദ്ധത്തോളം ആ വിധവയുടെ അവസ്ഥ മനസ്സിലാക്കി അവർക്ക് വേണ്ടി ദൈവത്തിന് സ്നേഹമാകുന്ന അനുഭവത്തെ കൊടുക്കുവാൻ ഒരു ദൈവമായെങ്കിൽ സ്നേഹത്തിന്റെ ദൂതമായി, ആശ്വാസത്തിന്റെ ദൂതമായി, അനുഗ്രഹത്തിന്റെ ദൂതമായി
ദൈവം നിങ്ങൾക്ക് വേണ്ടി അയച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ അതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഈ നിമിഷത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുകയാ. ദൈവിക വിടുതൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പകരുവാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാമോ? എത്ര ആശ്വാസമായ ദൈവം, എത്ര ആനന്ദമകർന്ന ദൈവം. ആ ദൈവത്തിന്റെ അടുക്കലേക്ക് ഈ സമയം നിങ്ങൾക്ക് അടുത്തു വരാം. നിങ്ങൾ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കുവാൻ, നിങ്ങൾ പോലെ നിന്റെ കൂട്ടുകാരെ സ്നേഹിക്കുവാൻ, നിങ്ങൾ പോലെ നിന്റെ ശബ്ദത്തെ സ്നേഹിക്കുവാൻ അവരെ ആരെയും മാടി വിളിക്കട്ടെ. അവൻ അതുപോലെ നിങ്ങളുടെ ജീവിതത്തെ ഒഴുക്കുവാൻ ദൈവത്തിന്റെ കൃപ അവിടെ അവൻ ഈ സമയം പറയട്ടെ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ പാദപീഠങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. സ്തോത്രം. ആ ദൈവത്തെ വല്ലവരും, ആ ദൈവത്തെ പോലെ ആ മഹാസ്നേഹം പകരുവാൻ വിശുദ്ധ ബൈബിളിലെ എത്രയോ ഭാഗങ്ങളിൽ ഇതുപോലെ സ്നേഹം ഒഴുകിയെത്തിയത് ഇന്ന് ഈ സമയത്ത് ഓർക്കുക. നമുക്കറിയാം, ബെഥസ്ദാകുളത്തിന്റെ കരയിൽ 38 വർഷക്കാലം മുടന്തനായി കിടന്ന മനുഷ്യൻ, അവന്റെ ജീവിതം ആരും അവൻ സഹായിക്കാനില്ല. അവൻ മൂടൻ വന്ന് കുളക്കലക്കി ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യം ലഭിക്കും. പക്ഷേ 38 വർഷക്കാലം കാത്തിരുന്നു. എന്നെ ഇറക്കി വിടുവാൻ ആരുമില്ല, എനിക്ക് വേണ്ടി മാറിനിൽക്കാൻ ആരുമില്ല. ഒന്ന് നോക്ക്, 5 മണ്ഡപമുണ്ട്, 5 സ്ഥലത്തൂടെ ആരെങ്കിലും ഒരാദ്യം ഇറങ്ങുന്നവൻ വിടുതൽ പ്രാപിക്കും. പക്ഷേ 38 വർഷം കാത്തിരുന്നിട്ടും അവന് വേണ്ടി മറ്റുള്ളവർ മാറി നിൽക്കാൻ കഴിയാതെ അവരവന്റെ ആവശ്യത്തിന് വേണ്ടി ചാടി വീണ് സൗഖ്യം പ്രാപിച്ചു. ഇവരെ ഇറക്കി വിടുവാൻ പോലും ആരുമില്ല. നോക്ക്, അവന്റെ അവസ്ഥ ഇതാണ്. എന്നെ ഇറക്കി വിടുവാൻ ആരുമില്ല എന്ന് പറഞ്ഞ് വേദനയോട് ദുഃഖത്തോട് ആയിരുന്നപ്പോ സ്നേഹമായ അടുക്കലി അമിത്യ സ്നേഹത്തിന്റെ ഒഴുക്കവിടെ പകരുമാറിയായി. ആ സമയം യേശു ചോദിച്ചു, നിനക്ക് മനസ്സിലോ സൗഖ്യമാണ്? ആ നിത്യസ്നേഹത്തിലേക്ക് ഒഴുകി അവനോട് പറഞ്ഞ് കിട്ടക്കെട്ട് നടക്ക എന്ന് പറഞ്ഞു. ആ സ്നേഹം അവനെ നടക്കുമാറാക്കി. അതുകൊണ്ട് ആ ദൈവത്തിന്റെ കരങ്ങൾ നമുക്ക് ഏൽപ്പിക്കാം. നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ആ നിത്യസ്നേഹം നിങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുകളടയ്ക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല ദൈവമേ, അനുഗ്രഹീതമായ തന്നെ സ്വയമായ സ്തോത്രം. ആ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട മക്കളെ പ്രാർത്ഥിക്കുന്നു. നിനക്ക് വിലപ്പെട്ട അങ്ങയുടെ മക്കളെ അവരെ ഹൃദയത്തിന് മുമ്പരെ പറഞ്ഞ് നിന്റെ അത്ഭുതങ്ങളെ അയക്കണമേ. നിന്റെ സ്നേഹം ഒഴുകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ വിടുതല് ഇപ്പോൾ അവരെ കൽപ്പിക്കണം. അവർ ഏത് ആവശ്യത്തോട് ഭാരപ്പെടണമോ അഭിഷേകത്തിന്റെ ദൈവത്തിന്റെ അനുഭവം ഇപ്പോൾ തന്നെ അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയുടെ മരണം നിറച്ചാൽ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഈ അഡ്രസ് കാണുന്ന അഡ്രസ് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ എഴുതി അയക്കി. ഇവിടെ കാണുന്ന ഫോൺ നമ്പറുകൾ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ വിളിച്ചു പറയാം. ദൈവം അനുഗ്രഹിക്കട്ടെ.